കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകളിലെല്ലാം ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നത് ആരോഗ്യവകുപ്പും മന്ത്രിയുമാണ്. കാരണം ജനങ്ങളുമായി ഓരോ നിമിഷവും സംവദിക്കുന്ന വകുപ്പാണത്. ഒരു ചെറിയ പിഴവ് മതി എല്ലാ സൽപ്പേരും ഇല്ലാതാകാൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ കനത്ത തോൽവിക്ക് ഒരു പ്രധാന കാരണം ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടായിരുന്നു. ഗുരുതര അഴിമതികളും വീഴ്ചകളും 5 വർഷ കാലയളവിൽ കേരളം കണ്ടു. അതിന്റെ ഫലം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന വീണ ജോർജ് അനുഭവിക്കുകയും ചെയ്തു. ആറന്മുള മണ്ഡലത്തിൽ 19,000-ൽ പരം വോട്ടുകൾക്കാണ് വീണയെ കന്നി മത്സരത്തിനിറങ്ങിയ കോൺഗ്രസിന്റെ അബിൻ വർക്കി പരാജയപ്പെടുത്തിയത്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ചുമതല കെ മുരളീധരൻ എന്ന ഇരുത്തം വന്ന നേതാവിനാണ് ലഭിച്ചത്. വകുപ്പ് മുരളീധരൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു. ആരോഗ്യവകുപ്പ് കിട്ടിയില്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല എന്നുവരെ വാശി പിടിച്ചു. ഇത് കണ്ട് പലരും അന്തം വിട്ടു. വടി കൊടുത്ത് അടിവാങ്ങുന്ന പണിയാണ് ചെയ്യുന്നതെന്ന് പലരും മുരളീധരനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് മുരളീധരൻ ചെയ്തത്. ആരോഗ്യവകുപ്പിനെ നവീകരിക്കാൻ കൃത്യമായ പ്ലാനുകളോടെയാണ് അദ്ദേഹം വന്നതെന്ന് ആദ്യ ദിവസം മുതൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിന്റെ തുടക്കനാളുകളിൽ ഏറ്റവും വിമർശനം കേട്ടതും ആരോഗ്യവകുപ്പാണ്. നിപ റിപ്പോർട്ട് ചെയ്തതും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചതും ഉൾപ്പെടെയാണ് പ്രതിപക്ഷം വിമർശിക്കാൻ ആയുധമാക്കിയത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ മുരളീധരന് കഴിഞ്ഞു. നല്ല തുടക്കം എന്ന പേരിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നടത്തിക്കൊണ്ടായിരുന്നു മുരളീധരന്റെ രംഗപ്രവേശം. പിന്നീട് ഡ്രൈ ഡേ ആചരിച്ചു. കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. അടിമുടി മാറ്റങ്ങൾ വരുത്തി സംവിധാനത്തെ ഉടച്ചു വാർത്ത് വകുപ്പിനെ ക്രിയാത്മകമാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം വകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജ് പറഞ്ഞിരുന്നത് സിസ്റ്റത്തിന്റെ തകരാറാണ് എന്നായിരുന്നു. എന്നിട്ട് ആ സിസ്റ്റം നേരെയാക്കാൻ യാതൊരു നടപടിയും 5 വർഷക്കാലം സ്വീകരിച്ചതുമില്ല. ഈ സർക്കാരിന്റെ തുടക്കത്തിൽ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ വകുപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അധികാരമേറ്റ് വെറും 50 ദിവസത്തിനുള്ളിൽ ഒരു പിടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിപാടിയിൽ 50 ദിവസം കൊണ്ട് ആരോഗ്യവകുപ്പിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെ ഒരു ലിസ്റ്റ് മന്ത്രി തന്നെ പുറത്തുവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് അന്തം വിടുന്നുണ്ടാകും ഇത് കാണുന്നവർ. അത്രയേറെ ജനോപകാരപ്രദമായ പല നടപടികളും സ്വീകരിക്കാൻ മന്ത്രി എന്ന നിലയിൽ മുരളീധരന് കഴിഞ്ഞു. തുടക്കം മുതൽ അദ്ദേഹം നൽകിയ ഒരു വാക്കായിരുന്നു മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനത്തിന് മാറ്റം വരുത്തുമെന്ന്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് എന്ന വാഗ്ദാനവും നിറവേറ്റാൻ നടപടികൾ തുടങ്ങി. തന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പേരിലാണ് രണ്ടാം മെഡിക്കൽ കോളേജ് തലസ്ഥാനത്ത് വരുന്നത്. അങ്ങനെ കയ്യടി നേടുന്ന നടപടികളുമായി പ്രശംസകൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുമ്പോഴും പക്ഷേ മുരളീധരന് താൻ ഏറ്റെടുത്തിരിക്കുന്ന റിസ്കിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാം. പൂമാലയേക്കാൾ കൂടുതൽ കല്ലേറ് കിട്ടുന്ന വകുപ്പാണിത്. ഇത്തവണ താൻ നിയമസഭയിലെത്തിയപ്പോൾ മുൻകാലങ്ങളിലെ പല മന്ത്രിമാരെയും കണ്ടു. എന്നാൽ ആരോഗ്യമന്ത്രിമാരെ ഒന്നും കാണാനില്ല. ഇത് തനിക്കും മുന്നറിയിപ്പാണ്. കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റു വകുപ്പുകൾ പോലെയല്ലെന്നും മുരളീധരൻ പറയുന്നുണ്ട്. എന്തായാലും ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കേരളത്തിന് മൊത്തത്തിൽ നല്ലതായി മാറുമെന്നതിൽ സംശയമില്ല. UDF സർക്കാർ 2 മാസം പൂർത്തിയാക്കാറാകുമ്പോൾ പ്രവർത്തന മികവിൽ മുന്നിൽ നിൽക്കുന്ന 2 മന്ത്രിമാരിൽ ഒരാളാണ് ആരോഗ്യമന്ത്രി മുരളീധരൻ. ഒന്നാമത്തെയാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും.